അങ്ങനൊരു തലമുറയായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. 15 വായിച്ചു. 15 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിവരിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതും ജീവിതത്തിനകത്ത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധി. നീ ക്ലിയർ ആവുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അടുത്ത് നമ്മൾ വായിക്കുന്നു, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് ജഡത്തെ പറ്റിയും ആത്മാവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ച 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അവൻ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, വായിച്ചതേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ അതൊക്കെ ചിന്തിക്കും. വിശദമായിട്ടൊന്നും അവിടേക്ക് നമ്മൾ പോകത്തില്ലെങ്കിലും 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ 7-ാം അധ്യായത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആൾ വിടുവിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നമ്മൾ ചിന്തിക്കുന്ന അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വളരെ ശാന്തമായിട്ടായിരിക്കും പകലിൽ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ
കരുതിക്കൊള്ളുക ആവശ്യമാകുന്നു. എന്താണ്? കേട്ടത് അധികം ശ്രദ്ധയോടെ, ദൈവത്തിന്റെ വചനം നമ്മൾ അധികം ശ്രദ്ധയോടെ കരുതേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവ പൈതലായി തീരുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്താലാണ്. ദൈവത്തിന്റെ വചനം എന്താണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനകത്ത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സഹോദരൻ, ട്രാൻസ്ലേഷനകത്ത്, വാക്കുകൾക്കകത്ത്, ഭാഷകൾക്കകത്ത് വ്യത്യാസങ്ങൾ വന്നാലും ആത്മാവ് ഒന്നാണ്, ആശയങ്ങൾ ഒന്നാണ്. ഹല്ലേലൂയ. അല്ലാതെ ഇന്ന വാക്ക് തെറ്റിയെന്നല്ല ഉദ്ദേശിക്കേണ്ടത്. ആത്മാവ് പറയുന്ന ആശയം, കൈമാറുന്ന കാര്യം, അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. അത് മാറ്റുന്നവൻ ശാപഗ്രസ്തനായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞ, സ്വർഗ്ഗത്തിന് ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നോക്കിയ, തിരുവചനത്തിന് അത്ര പ്രാധാന്യമുണ്ട്. കാരണം നാം വീണ്ടും ജനിച്ചത് ദൈവത്തിന്റെ വചനത്താലാണ്. ഞാനും നിങ്ങൾ വളരുന്നതും ദൈവത്തിന്റെ വചനത്താലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വായിച്ച ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, ദൂതന്മാർ മുഖാന്തരം സ്തോത്രം നൽകിയ വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചുവെങ്കിൽ. നോക്കിയേ, പഴയ നിയമത്തിനകത്ത് ദൈവം കൊടുത്ത കൽപ്പന, ദൂതന്മാർ മുഖാന്തരം കൊടുത്ത കൽപ്പന സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അവൻ സാക്ഷി നിന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി സാക്ഷി നിന്നതും കേട്ടവൻ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഈ വചനം, ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, അതുകൊണ്ട് പറഞ്ഞത് നാം നിലനിൽക്കുവാനാണ് കേൾക്കുന്നത്. അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. കാരണം അവൻ പഴയ നിയമത്തിനകത്ത് കൊടുത്ത കൽപ്പനകൾ ഒത്തിരി പേർ ലംഘിച്ചിട്ടുണ്ട്. അതിന് ന്യായമായ പ്രതിഫലം കൊടുത്തു. പക്ഷെ അത് ദൂതന്മാർ മുഖാന്തരമാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ പറയുന്നു, അവൻ ദൈവം നേരിട്ട് തന്നിരിക്കുന്നു. ഇബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവം പണ്ട് അവൻ പ്രവാചകന്മാരെ കൂടെ എന്ത് ചെയ്തു? അവൻ സംസാരിച്ചു. ഇപ്പോഴോ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. അവൻ പുത്രൻ മുഖാന്തരം സംസാരിച്ച ദൈവത്തിന്റെ വചനത്തെ ഞാനും നിങ്ങളും അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് ദൈവവചനത്തിനകത്ത് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ താല്പര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കട്ടെ. വചനം രോഗസൗഖ്യം തരും. വചനം എന്നെ നിങ്ങളെ ശക്തീകരിക്കും. എന്നെ നിങ്ങളെ അടുത്തൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ആമേൻ. പറയുകയാണ്, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഞാന് ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞു വരികയാണ്. ഞാൻ വിശ്വസിക്കുന്നതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ന്യായപ്രമാണത്തെ പറ്റി അറിയാം. ന്യായപ്രമാണം ദൈവം കൊടുത്ത കൽപ്പനയാണ്. അത് ആത്മീകമാണ്. തേജസ്സിനകത്ത് ദൈവം കൈമാറിയ കൽപ്പനകളാണ്. അരുത്, 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 കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ മോഹിക്കരുത്. ദൈവം അങ്ങനെ കൽപ്പനകൾ ഒത്തിരി അരുതുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പറയാണ് 7-ാം അധ്യായത്തിനകത്ത്, റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയാണ്, ന്യായപ്രമാണം ആത്മീകമാണ്. അത് അനുസരിക്കേണ്ട ഞാൻ ജഡമയനാണ്, ജഡീകനാണ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദൂത് മനസ്സിലായി വരുന്നുണ്ട്, വെളിപ്പെട്ട് വരുന്നുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിനകത്ത് നിന്ന് ന്യായപ്രമാണത്തിന് വിളിച്ചു പറയുകയാണ്, എനിക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ ഒത്തിരി ഇഷ്ടമാണ്, അത് പ്രമാണിപ്പാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ അത് ഞാൻ ആചരിപ്പാൻ ഒത്തിരി ആഗ്രഹിക്കുമ്പോൾ, പക്ഷെ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അറിയാതെ പാപം ചെയ്തു പോവുകയാണ്, അറിയാതെ തെറ്റുകൾ ചെയ്തു പോവുകയാണ്. എനിക്കത് ചെയ്യുവാൻ ഒരിഷ്ടവുമില്ല,
ഒരു താല്പര്യവുമില്ല, പക്ഷേ ഞാനത് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ അവയവത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണം കിടക്കുന്നു. ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണം. ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ സന്തോഷിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകളെ സന്തോഷിക്കുന്നു. പക്ഷേ അവൻ കൽപ്പന ആത്മീയമായിരിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ജഡീകനാണ്. അവൻ ജഡീകനായി എനിക്ക് ആത്മീകമായ കാര്യത്തെ എന്റെ ജീവിതത്തിനകത്തേക്ക് പ്രായോഗിക തലത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതിരിക്കുമ്പോൾ ആ നിസ്സഹായതക്കകത്ത് നിന്നോട് വിളിച്ചു പറയുക, അയ്യോ ഞാനൊരു ഇഷ്ട മനുഷ്യൻ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ കൽപ്പനയെ ദൈവത്തെ തനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൻ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത്, ദൈവത്തിന്റെ കൽപ്പനക്കകത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക തനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. തന്റെ ബുദ്ധി കൊണ്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ തന്റെ അകത്തു വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണം അതിനനുവദിക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തുനിന്ന് ആരും തന്നെ രക്ഷിപ്പാനില്ലാതിരിക്കുമ്പോൾ, അതിനകത്തുനിന്ന് ആരും ജയമൊക്കെടുപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവൻ മരണത്തിന് അധീനമായ ഇത് മരണത്തിന്റെ അധീനത കിടക്കുകയാണ്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് പോപ്പ് ചെയ്താലും സെൻട്രൽ പാസ് ചെയ്താലും ഏത് അച്ചാച്ച ചെയ്താലും പാപത്തിന്റെ ശമ്പളം. അതിനപ്പുറം ആ ഒരു പ്രമാണമില്ല. ക്രിസ്തീയ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ്. യേശു കർത്താവ് വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പാസ്റ്റർ വന്നിങ്ങനെ പറഞ്ഞത്, നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പഴഞ്ചൊല്ല്, നാട്ടുചൊല്ലില്ലേ. പക്ഷേ നാട് ഓടുമ്പോ നടുവേ ഓടിയാൽ ക്രിസ്ത്യാനിയെ നീ ഇവിടെ കിടന്ന് ഓടത്തേ ഉള്ളൂ, നീ മേളോട്ട് പോകത്തില്ല. നാട് ഓടുന്നതിന് കൂടെ നടുവേ ഓടുവാനല്ല എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നതയോ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ പത്രമായി നിൽക്കുവാൻ വേണ്ടിയാ, ക്രിസ്തുവിന്റെ പത്രമായി നിൽക്കുവാൻ വേണ്ടിയാ എന്നെയും നിങ്ങളെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവം കേരളത്തിൽ പ്രാരംഭകാലത്ത് അവ വെളിപ്പെട്ടു വന്നപ്പോൾ വില കൊടുത്തു നിന്ന സഹിച്ചും കഷ്ടത സഹിച്ചും പട്ടിണി കിടന്നും വിശുദ്ധിക്ക് വേണ്ടി നിന്ന, കർത്താവിന് വേണ്ടി നിന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറ ആ അപ്പച്ചന്മാരുടെ പേര് പറഞ്ഞിട്ട് ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ അന്നത്തെ അപ്പച്ചന്മാർ വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാനായിട്ടിടയായി, കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ടിടയായി. ഞാൻ അവരെ കാണുന്ന ഒറ്റ നെഗറ്റീവേ ഉള്ളൂ. അവർക്ക് ഒത്തിരി ന്യായങ്ങൾ കാണും. അവരൊരു കാര്യം ചിന്തിച്ചു, കഷ്ടതയാ ക്രിസ്തീയ ജീവിതമെന്ന്. അതൊരിക്കലും അല്ല, കഷ്ടതയല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതകൾ തരുവാണെങ്കിൽ അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനപ്പുറത്ത് അതിലും വലിയ മഹത്വമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ വില കൊടുത്തു നിന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നു. അവ ഒത്തിരി പ്രലോഭനങ്ങളും വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ടായി. പക്ഷെ അവരതിനൊന്നും വഴങ്ങിയില്ല. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുന്നു, കോടതികൾ അവരുടെ വാക്കിന് വില കൊടുത്തിരുന്നു. അവനൊരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വാക്കുകളില്ലായിരുന്നു. ഹൈക്കോടതി, കേരള ഹൈക്കോടതി പോലും അതിന് സാക്ഷിയാണ്. നോക്കി, അന്നത്തെ കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി നിന്ന അപ്പച്ചന്മാരിൽ കൂടി നടന്ന അത്ഭുതങ്ങൾ, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. സ്വർഗം തുറന്ന് വിശ്വസിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? വിശുദ്ധിക്കകത്താണ് ദൈവപ്രസാദം വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അന്തികാല ഉണർവിന് വേണ്ടി എന്നെയും നിങ്ങളെ തമ്പുരാൻ വിളിച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങളും വിശുദ്ധിക്ക് വേണ്ടി, ദൈവിക സ്വന്തം കൽപ്പനകൾക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഘനമേറിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ അപ്പച്ചന്മാരിൽ കൂടെ കേരളക്കരയിൽ വെളിപ്പെട്ടു വരുവാനിടയായത്.
അവര് നാടോടുമ്പോൾ നടുവേ ഓടുവാൻ നിന്നില്ല. സ്വന്തം ഈ കർത്താവിന്റെ ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൈവ പ്രസാദത്തിന് വേണ്ടി ഹല്ലേലൂയ ഒന്നുകൂടെ പറഞ്ഞ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധ ജീവൻ നയിക്കുന്ന ഒരു തലമുറയായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ കേറി വന്നുകൊണ്ട് പറഞ്ഞതാണ് ഹല്ലേലൂയ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഇവിടെ വിളിച്ചു പറയാണ് ഹല്ലേലൂയ, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തു മുഖാന്തരം എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ പറയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശമുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത, ന്യായപ്രമാണം ആത്മീകമാണ്, താൻ ജഡമയനാണ്. ജഡീകനായതുകൊണ്ട് തനിക്ക് ദൈവത്തിന്റെ പ്രമാണത്തെ ആചരിക്കാൻ പറ്റത്തില്ല. പൗലോസായാലും ടോണി ആയാലും ആരായാലും ഹല്ലേലൂയ സ്വന്തം ദൈവിക കൽപ്പനകളെ അനുസരിക്കാൻ പറ്റാത്തതിന്റെ റീസൺ ഉണ്ടെങ്കിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ്. കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. സ്തോത്രം. പകലിൽ ജയത്തിന്റെ പകൽക്കാലമായി മാറട്ടെ. ഹല്ലേലൂയ. പകൽക്കാലം ചില നമ്മെ അടക്കി വെച്ചിരിക്കുന്ന ചില അഡിക്ഷൻസിന്റെ മീതെ ഞാനും നിങ്ങൾ വാഴുന്നവരാകട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് എന്നിട്ട് ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാനും നിങ്ങൾ ക്രിസ്തുവിലാണോ, എനിക്കും നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് വിശ്വാസത്തോടെ പറ, എനിക്കിനി ശിക്ഷാവിധിയില്ല. ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ശിക്ഷാവിധിയുമില്ല. ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് ശിക്ഷാവിധിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം സ്വന്തം ഈ കൊരിന്ത്യർ പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവേശുവിൽ. നിങ്ങളോ അവനാൽ. നമ്മളിപ്പോ എവിടെ പ്രശ്നത്തിലാണോ ഇരിക്കുന്നത്? ഞാൻ ഭയങ്കര കഷ്ടത്തില എന്നാണോ പറയുന്നത്? വചനം പറയുന്നു, ഞാനും നിങ്ങൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി, നീതിയായി, വിശുദ്ധീകരണമായി, വീണ്ടെടുപ്പ്. നമ്മളിപ്പോ എവിടെയാണ്? ക്രിസ്തുവിലാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം നൽകി. അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയെ ദൈവം ചെയ്യുന്നത് അവനെ ക്രിസ്തുവിനകത്താക്കും. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവിലാണ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി, നീതിയായി, വിശുദ്ധീകരണമായി, വീണ്ടെടുപ്പ് ആയി തീർന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മുടെ വ്യാപരിക്കുന്നത് ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനമാണ്. ലോകക്കാർ ചോദിക്കും, എന്നോ ഒരുത്തൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നിനക്കെന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർക്കിത് ഭോഷത്വമായി തോന്നുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ജ്ഞാനോ അവൻ ലോക ജ്ഞാനത്താൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. എന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാ. ആ ജ്ഞാനത്താൽ സ്വന്തം വെളിപ്പെട്ടു വന്ന ദൈവ തേജസ്സിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി തീർന്നു. ലോകക്കാർക്ക് തോന്നും, ഇവന്മാരെന്ത് പൊട്ടത്തരമാ ചെയ്യാൻ പോകുന്നത്, ഒന്നുമില്ലാത്തടത്ത് ചില വിശ്വാസങ്ങൾ പറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഈ ജ്ഞാനത്തിനകത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോ ചില നാളുകൾ കഴിയുമ്പോൾ അത് വെളിപ്പെട്ടു എന്ന് കാണാൻ പറ്റും. ഇതാണ് ക്രിസ്തുവിലിരുന്ന ഒരുവന്റെ മേൽ വ്യാപരിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത. അവൻ കാണുന്നതിനല്ല വിശ്വസിക്കുന്നത്, കാണാത്തതിനകത്താണ് വിശ്വസിക്കുന്നത്. അവൻ ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി, നീതിയായി, വിശുദ്ധീകരണമായി,
വീണ്ടെടുപ്പായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എന്താണ്? ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്. എവിടുന്ന്? പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ, സ്തോത്രം. ഇപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അച്ചായ ഭയങ്കര രോഗത്തിലല്ല, അച്ചായ ഭയങ്കര പ്രതിസന്ധിക്കകത്ത് അല്ല നമ്മൾ ആയിരിക്കുന്നത്. സകലത്തിന്റെ ഉറവിടമായ, സകലത്തിന്റെ കാരണഭൂതനായ ക്രിസ്തുവിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ ക്രിസ്തുവിനകത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മൾ പറയുന്നുണ്ട്. ക്രിസ്തുവിനകത്ത് ലോകത്തിന് തൊടുവാൻ പറ്റത്തില്ല. പിളർന്നതാ പാതയ്ക്കകത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവൻ ആദരം തോന്നു പറയണം. ലോകശക്തിക്ക് തൊടുവാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ആർക്കും തൊടുവാൻ പറ്റാത്ത അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ രാജാധിരാജാവ് കർത്താധികർത്താവുമായ യേശുവിനുള്ള അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. യേശു നമുക്ക് വീണ്ടെടുപ്പായി തീർന്നിരിക്കുന്നു. റോമലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിനെ അവൻ വീണ്ടെടുപ്പ് സൗജന്യമായി, അവന്റെ കൃപയാൽ ക്രിസ്തുയേശു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മെ, ആ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിൽ നമ്മെ വീണ്ടെടുപ്പാനായിട്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. റോമലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ വിശ്വസിക്കുന്നവർക്കില്ല അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. വീണ്ടെടുത്ത കാര്യം പറയാണ് റോമലേഖനം 3-ാം അധ്യായത്തിനകത്ത്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. വേദഭാഗം ഞാൻ വായിക്കാം. ഹല്ലേലൂയ. നോക്കിയേ, അവൻ ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഓക്കെ, എന്താണ് ക്രിസ്തുവിന് ശിക്ഷാവിധി ഇല്ലാത്തത്? അവൻ പറയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുക. എങ്ങനെയാണ്? പരസ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്ക് നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്റെ പുറമെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. എന്താണ്? ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ, നോക്കിയേ, തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. എന്നിട്ട് എന്താണ്? അവൻ യേശുവിൽ വിശ്വസിക്കുന്നവനെയാണ് നീതീകരിക്കുന്നത്. ദൈവം പരസ്യമാക്കി നിർത്തിയേക്കുക. യേശുവിനെ പരസ്യമാക്കി. ഹല്ലേലൂയ. അവൻ കോടതി കൂടി, സ്വർഗീയ കോടതി കൂടി തീരുമാനമെടുത്തു. മനുഷ്യൻ പാപം ചെയ്തവരാ, നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ കോടതി തീരുമാനിച്ചു, വിധിച്ചു, വെറുതെ വിട്ടേക്കാം. ഒറ്റ കണ്ടീഷൻ, ഞാൻ എൻ്റെ ഓമനപുത്രനായ എൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കും. അവൻ തകർക്കപ്പെടും, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അവൻ ആര് വിശ്വസിക്കുന്നു അവന്റെ മേൽ നീതി വെളിപ്പെട്ടു വരും. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. എന്താണ്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഓക്കെ, പരസ്യമാക്കി നിർത്തിയതിന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിനകത്ത് പ്രവാചകൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. അവൻ വരണ്ട നിലത്ത് മുളച്ചു വരുന്ന വേർ പോലെയും ഇളയതൈ പോലെയും വരണ്ട നിലത്ത് മുളച്ചു വരുന്ന അവൻ തൈ പോലെയും അവന്റെ മുമ്പാകെ വളരും. ഹല്ലേലൂയ. പ്രവാചകൻ കാണുകയാണ് യേശു കർത്താവിനെ പറ്റി. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് മുളയ്ക്കുന്ന വേർ പോലെയും
അവൻ മുളച്ചു വരും. ഹല്ലേലൂയ. ഓക്കേ, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനവാക്തമായിരുന്നു, രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം തിരിക്കത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ഓക്കെ, പരസ്യമാക്കി നിർത്തിയിരിക്കുക. രൂപഗുണമില്ലാത്തവനായി, കോമളത്വമില്ലാത്തവനായി, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി, അവനെ കാണുന്നവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനാക്കി, പരസ്യമാക്കി ദൈവനെ നിർത്തിയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, ആമേൻ. സ്തോത്രം. എന്നിട്ട് പറയുക, ദൈവനെ ശിക്ഷിച്ചിരിക്കുക, നിന്ദിച്ചിരിക്കുക, അവനെ തകർത്തിരിക്കുക. ലോകം വിധി എഴുതുകയാണ്. ഇതാ ഇവൻ ദൈവത്താൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവനെ ശിക്ഷിച്ചിരിക്കുകയാണ്, ദൈവനെ നിന്ദിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് നിൽക്കുകയാണ്. രൂപഗുണമില്ലാത്തവനായി, കോമളത്വമില്ലാത്തവനായി, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തകർക്കപ്പെട്ടവനായി, കാണുന്നവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം ആമേൻ നിന്ദിതനായി കർത്താവ് നിൽക്കുക. പക്ഷെ പറയുക, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ. ആമേൻ. ശബ്ദവാചന പുസ്തകം 53-ാം അധ്യായത്തിനകത്ത് നാം എങ്ങനെ വായിക്കുന്നത്? ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിക്കും, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു